കലിപ്പൻ ചെക്കനും മൊഞ്ചത്തി പെണ്ണും. രചന റുക്സാന ഷെഫീഖ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. എന്നത്തെയും പോലെ ഒരു നെടുവീർപ്പോടെ ഞാൻ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു. സമയമെടുത്ത് നോക്കിയപ്പോൾ പുലർച്ചെ 4 മണി ആയിട്ടേ ഉള്ളൂ. പെട്ടെന്നാണ് വാതിലൊരു മുട്ട് കേട്ടത്. വേറെ ആരുമല്ല, എന്റെ സ്വന്തം മമ്മ. എത്ര സമയമായി നിന്നെ വിളിക്കുന്നു, പെട്ടെന്ന് ഫ്രഷായി വാ മോളെ. മമ്മയ്ക്ക് എന്താ വട്ടുണ്ടോ? പുലർച്ചെ 4 ആയുള്ളൂ. അതും പറഞ്ഞ് അരിശത്താൽ കണ്ണുനിരുമ്പി ഇരുന്നപ്പോഴാണ് എന്റെ മനസ്സിൽ ആ കാര്യം ഓർമ്മ വന്നത്. പെട്ടെന്ന് തന്നെ ചുളിഞ്ഞ മുഖം സന്തോഷത്താൽ അലതല്ലി. എന്താണെന്നല്ലേ? അതിനു മുമ്പ് ഞാൻ ആരാണെന്ന് പരിചയപ്പെടുത്തിയില്ലല്ലോ. ഞാൻ അഹാന അഹമ്മദ്. ഞാൻ പഠിച്ചതും വളർന്നൊക്കെ അജ്മാലിലായിരുന്നു. ബാബയുടെ കാല് പിടിച്ച് അവസാനം ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഡിഗ്രി ചെയ്യാൻ സാധിച്ചു. ഇപ്പം ഞാൻ BCom സെക്കൻഡ് ഇയർ പഠിക്കുന്നു. എനിക്കൊരു ഇത്താത്തയുണ്ട്, സഫ അഹമ്മദ്. അവൾ ഞാൻ തമ്മിൽ 1 വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. പിന്നെയുള്ളത് ഞാനുമായിട്ട് യാതൊരു തരത്തിൽ ഒത്തുപോകാത്ത പോക്കിരി അനിയൻ അഫ്രീദ്. നമ്മളൊക്കെ അവനെ ചാപ്പു എന്നാണ് വിളിക്കാറ്. എന്ത് തന്നെയായാലും ഒരു ദിവസം പോലും അവൻ എന്നെ വിട്ടു നിൽക്കാനേ കഴിയില്ല. തിരിച്ച് എനിക്കും അങ്ങനെ തന്നെ. ഞാൻ ഡിഗ്രി ചെയ്യാൻ നാട്ടിൽ വന്നപ്പോൾ അവന് എൻ്റെ കൂടെ വരണമെന്ന് വാശിയായിരുന്നു. ബാപ്പയുടെ നിർബന്ധം കൊണ്ട് അവൻ അവിടെ അജ്മാനിൽ തന്നെ നിർത്തി പഠിപ്പിച്ചു. വെറുതെ നാട്ടിൽ വന്ന് ഞങ്ങളുടെ ഉമ്മാമക്ക് പണിയെടുക്കണം. ഇവിടെ നമ്മുടെ തറവാട്ടിൽ നിന്നായിരുന്നു പഠനമൊക്കെ. ഞാൻ സെക്കൻഡ് ഇയർ ആയപ്പോഴേക്കും മമ്മയും ചാപ്പുവും സഫയൊക്കെ നാട്ടിലെത്തിയിരുന്നു. ചാപ്പുവിന് 10th പഠനമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ +1 നാട്ടിൽ തന്നെ പഠിക്കണമെന്ന് പറഞ്ഞിരിക്കുക. സഫ ഫാഷൻ ഡിസൈനറാണ്. ബാപ്പ അജ്മാനിൽ ടെക്സ്റ്റൈൽസ് കമ്പനിയുടെ ഓണറാണ്. അവിടേക്ക് അത്യാവശ്യം ഡ്രസ്സിന്റെ മോഡലൊക്കെ സഫയാണ് ചെയ്യാറ്. ഇപ്പൊ നാട്ടിൽ അതിന്റെ ഒരു പുതിയ ഷോറൂം ഉദ്ഘാടനം ചെയ്യാൻ നിൽക്കുവാണ്. പിന്നെ സഫയും നാട്ടിൽ തന്നെ നിൽക്കാനാണ് പ്ലാന്. ബാക്കിയൊക്കെ ഞാൻ വഴിയെ പറയാം. ഇപ്പൊ നമുക്ക് ഇന്നത്തെ പരിപാടി എന്താണെന്ന് നോക്കാം. ഇന്നാണ് ഞങ്ങളുടെ ഹൗസ് വാമിങ്. ഒരു ദീർഘനിശ്വാസം എടുത്ത് ഞാൻ പെട്ടെന്ന് തന്നെ ബാത്റൂമിൽ ഓടിക്കയറി. എല്ലാം ഷടപടയെന്ന് കഴിഞ്ഞു. ഒരു കുർത്തയും ജീൻസും ദുപ്പട്ടയും ഇട്ട് മമ്മയുടെ അടുത്തേക്ക് ഓടി. അങ്ങനെ ഞങ്ങളെല്ലാവരും സുബഹി സമയത്ത് അവിടെ എത്തി വീട്ടിൽ കൂടി. നിസ്കാരമെല്ലാം കഴിഞ്ഞു. അത്യാവശ്യം നല്ല ഇന്റീരിയർ ഒക്കെ ചെയ്തൊരു വീടായിരുന്നു. ചുറ്റും ഗാർഡനൊക്കെ ആയി നല്ല സുന്ദരമായിട്ടുള്ളൊരു വീട്. എൻ്റെ റൂം മുകളിലായിരുന്നു. അതിനോട് ചേർന്ന് ബാൽക്കണിയുണ്ട്. എനിക്ക് അവിടെ പോയിരിക്കാൻ വളരെ ഇഷ്ടമാണ്. അടുക്കളയിൽ എല്ലാവരും ഘോരമായ പണികളിലാണ്. ഉച്ചയോടെ എല്ലാ ഗസ്റ്റുകളും എത്തും. ഒരു ഹൗസ് വാമിംഗ് എന്നതിലുപരി എൻ്റെ ബാപ്പയും അമ്മയും ഏറെ സന്തോഷിച്ച് മറ്റൊരു കാര്യത്തിനാണ്. ബാപ്പയുടെ ഉറ്റ സുഹൃത്ത് കബീർക്ക. ഒരു മതിൽ വ്യത്യാസം പോലും ഇല്ലാതെ തൊട്ടടുത്ത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഗോൾഡൻ മെൻഷൻ. ഞെട്ടണ്ട, അദ്ദേഹത്തിന്റെ വീടാണ് ഉദ്ദേശിച്ചത്. എൻ്റെ ബാപ്പയും കബീർക്കയും വലിയ കൂട്ടുകാരാണ്. അവർ ഒരുമിച്ചായിരുന്നു പ്രവാസ ലോകത്തേക്ക് തിരിച്ചത്. എല്ലാറ്റിനും അവർ പരസ്പര സഹായഹസ്തങ്ങൾ കൊടുത്തുകൊണ്ടേയിരുന്നു. കബീർക്ക ബിസിനസ് കാര്യങ്ങൾ ബാപ്പയേക്കാൾ വളരെ മുന്നിലായിരുന്നു. അവരുടെ ബാപ്പയുടെ ജീവിതത്തിൽ റഫ്സി, അതായത് എൻ്റെ മമ്മയും, കബീർക്കയുടെ ജീവിതത്തിൽ ആസിയ ബീവിയും വന്നതിന് ശേഷവും അവരവരുടെ സുഹൃത്ത് ബന്ധം കേടില്ലാതെ കൊണ്ടുപോയി. വല്ലപ്പോഴും അവർ മീറ്റ് ചെയ്യും. പിന്നെ നമ്മൾ മക്കളൊക്കെ ആയതിനു ശേഷം ഫോണിലൂടെയുള്ള കോണ്ടാക്ട് മാത്രമായി. എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ ഏർപ്പെട്ട് വളരെ തിരക്കേറിയ ജീവിതമായിട്ട് മുന്നോട്ട് പോയി. നാട്ടിൽ നല്ലൊരു വീടെന്ന സ്വപ്നമായിരുന്നു ബാപ്പാക്ക്. അതിനുവേണ്ടി കുറെ കഷ്ടപ്പെട്ട് എൻ്റെ ബാപ്പ വീടെടുക്കേണ്ടത് അത്രപാടി നിൽക്കുമ്പോഴാണ് കബീർക്കയുടെ ഫോൺ കോൾ വരുന്നത്. എടാ, നമ്മൾ രണ്ടാളിപ്പോൾ 2 വഴിക്കല്ലേ ഉള്ളത്. പ്രായമായ നാട്ടിൽ വന്ന് കുത്തിരിക്കേണ്ടി വരുമ്പോൾ നീയും എൻ്റെ തൊട്ടടുത്തുണ്ടാവണമെന്നാ എനിക്ക് ആഗ്രഹം. അതുകൊണ്ട് ഞാൻ നാട്ടിൽ പോയപ്പോൾ ഒരു സ്ഥലം കണ്ടുവച്ചിട്ടുണ്ട്. അത് നമുക്ക് 2 പേർക്കും കൂടി വാങ്ങി അവിടെ തൊട്ടടുത്തായിട്ട് വീട് വെക്കാം. മരണം വരെ എനിക്ക് നിന്നെയും നിനക്ക് എന്നെയും കണ്ടുകൊണ്ടിരിക്കാമല്ലോ. അതോടെ നമ്മുടെ വീടെടുക്കൽ പകുതിക്ക് വെച്ച് നിർത്തേണ്ടി വന്നു. അതിനിടക്ക് കബീർക്കയുടെ വീട് പണി പൂർത്തിയായിരുന്നു. ബാൽക്കണിയിൽ അങ്ങനെ വിദൂരത്തേക്ക് കണ്ണു നട്ടിരിക്കുമ്പോഴാണ് എന്ന ശബ്ദം കേട്ടത്. പെട്ടെന്നുള്ള ധ്വനിയിൽ ഞാൻ തിരിഞ്ഞു നോക്കി. എന്തോ നാടി ഈ അട്ട നോക്കി നിൽക്കുന്നേ? അവൾ കബീർക്കയുടെ ഇളയ പുത്രി മാജിദ. ബാപ്പയും കബീർക്കയും പോലെ ഞാൻ ഇവള് നല്ല കൂട്ടാണ്. ഒരേ കോളേജ്, ഒരേ ക്ലാസ്, ഒരേ ബെഞ്ച്. അവിടെ എല്ലാവരും നിന്നെ അന്വേഷിക്കുക. അപ്പോഴാ നീ ഇവിടെ അട്ട നോക്കിയിരിക്കുന്നേ. ഉമ്മി വന്നാ? മാജിദയുടെ ഉമ്മയെ ഞാൻ ഉമ്മി എന്നാണ് വിളിക്കാറ്. വന്നു, എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നുണ്ട്. നീ വേഗം താഴേക്ക് വാ. അവിടെ കൂടെ പെട്ടെന്ന് താഴേക്ക് പോയി. അവിടെ മമ്മയും ബാപ്പയും ഉമ്മയും പപ്പയും, കബീർക്കയെ ഞാൻ പപ്പ എന്നാണ് വിളിക്കാറ്. പിന്നെ എൻ്റെ പൊന്നിത്താത്ത സഫയും കത്തിയടിക്കുകയാണ്. ഉമ്മി എവിടെയായിരുന്നു കാന്താരി? വന്നിട്ട് കണ്ടേയില്ലല്ലോ. അങ്ങനെ എല്ലാവരോടും ഇന്ന് പരസ്പരം അവരുടെ സന്തോഷം കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനം പപ്പ ആ വിഷയത്തിൽ തന്നെ എത്തി. എന്താണെന്നല്ലേ, അവരുടെ സുഹൃത്ത് ബന്ധം ഒന്നുകൂടെ ദൃഢമാക്കാനുള്ള ഒരു ചർച്ച. മനസ്സിലായി കാണുമല്ലോ, അതന്നെ കല്യാണം. എനിക്കല്ല കേട്ടോ, നമ്മുടെ സ്വന്തം ഇത്താക്ക്. ആളാരാണെന്നല്ലേ, നമ്മുടെ കഥാനായകൻ. ആള് പപ്പയുടെ മൂത്ത മകനാണ് ആബിദ്. ആളിപ്പോൾ ഇവിടെ ഇല്ല കേട്ടോ. ഭയങ്കര ബിസിനസ്സൊക്കെ ആയി അങ്ങ് സൗദിയിലാണ്. PR ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ MD ചെയർമാൻ മിസ്റ്റർ ആബിദ്. പപ്പയ്ക്ക് പ്രായമായി വരുന്നതുകൊണ്ട് എല്ലാ ബിസിനസ് കാര്യങ്ങളും പണ്ട് മുതൽ ആബിദിനെ ഏൽപ്പിച്ചിരുന്നു. കല്യാണക്കാരൻ കേട്ടോടനെ ഇത്തയുടെ മുഖാകെ ചുവന്നു തൊടുത്തു. നാണത്താൽ അവള് അവിടെ തലയും താഴ്ത്തി ഇരിക്കുകയാണ്. അവളുടെ അധരങ്ങളിൽ അലതല്ലിയ പുഞ്ചിരി കണ്ടാലറിയാം അവൾക്ക് ആബിദിനോട് എന്തോ ഒരു ഇതുണ്ടെന്ന്. പക്ഷേ ആ സമയം എൻ്റെ മനസ്സിൽ ചെറിയ വേവലാതി വരാതിരുന്നില്ല. മാജിദ അവളുടെ ഈ ആബിദിനെ പറ്റി എന്നോട് പറഞ്ഞ കാര്യങ്ങൾ, നിങ്ങൾ കാട് കയറി ചിന്തിക്കേണ്ട. അവള് പറഞ്ഞ് വേറൊന്നല്ല, ആബിദ് അവന് മൂക്കിന്റെ അറ്റത്താണത്തിന് ശുണ്ടി. കത്തിജ്വലിക്കുന്ന തീ പോലെയാ അവന്റെ ദേഷ്യം.
ഒരു ടൈപ്പ് ഉരുക്ക് മനുഷ്യൻ. ആ മനസ്സിൽ ഒരു പെണ്ണിന് കയറിക്കൂടാൻ പെട്ടെന്നൊന്നും ആവില്ലത്രേ. ഒരു ടൈപ്പ് മിസ്റ്റർ ഇന്ദുചൂടൻ. മാത്രമല്ല ഇത്താത്തയുടെ കാര്യം അവനോട് പപ്പ ബോധിപ്പിച്ചപ്പോൾ അവന് കല്യാണം വേണ്ടെന്നാ പറയുന്നത്. വെറും ബിസിനസ്സിൽ മാത്രമാണ് മൂപ്പര് ചിന്ത. അവന്റെ മനസ്സൊന്ന് മാറിക്കിട്ടാൻ കാത്തിരിക്കുകയാണ് പപ്പയും ഉമ്മയും. പാവം, അവർക്കൊരു മരുമകളുടെ സ്നേഹം കിട്ടിയും കൊടുത്തും മേലേക്ക് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ PR ഗ്രൂപ്പ് ഓഫ് കമ്പനി. സൈറ, തന്നോട് 1000 ടൈംസ് പറഞ്ഞല്ലേ ഞാൻ പറഞ്ഞ ജോലി പറഞ്ഞ സമയത്ത് തീർത്ത് റിപ്പോർട്ട് ഫയൽ ചെയ്ത് ഞാൻ വരുന്നതിന് മുമ്പ് ഒരു ടേബിൾ ഉണ്ടായിരിക്കണമെന്ന്. തന്നെയൊക്കെ മാസാമാസം സാലറി എന്ന് ഇവിടെ നിർത്തിയേക്കുന്ന നിന്റെ യു ആർ ഫയർഡ്. ശബ്ദം കേട്ട സ്ഥലത്തേക്ക് സ്റ്റാഫുകളും നോക്കി. ഹോ, അത് MDയുടെ ക്യാബിനിൽ നിന്നാ. ഇന്ന് ആരെയാണാവോ അയാൾക്ക് പൊരിക്കാൻ കിട്ടിയത്? ഓഫീസിലെ സ്റ്റാഫായിരുന്നു പറഞ്ഞത്. ഒന്ന് മുഖമുയർത്താനുള്ള ധൈര്യം പോലും അവൾക്കുണ്ടായില്ല. കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാരയായി നിലംപതിച്ചു. അവൾ പോവാനൊരുങ്ങിയതും ആബിദ് ഫയലെടുത്ത് അവൾക്ക് നേരെ എടുത്തെറിഞ്ഞു. അതിൽ നിന്ന് ഉതിർന്നു വീണ കടലാസുകൾ അവൾക്ക് ചുറ്റും പാറിപ്പറന്ന് നടന്നു. പിന്നെ നിലംപതിച്ചു. ക്യാബിനിൽ നിന്നും അവൾ ഇറങ്ങിയോടുന്ന കണ്ടാണ് റിജാദ് അവിടേക്ക് വന്നത്. റിജാദ് ആബിദിന്റെ സഹോദരനാണ്. അവർ തമ്മിൽ ഞാനും ഇത്തയും പോലെ 1 വയസ്സ് വ്യത്യാസം മാത്രമേ ഉള്ളൂ. എൻ്റെ ഇക്ക, നിങ്ങളിങ്ങനെ ചൂടാവല്ലേ? എന്തായാലും ഈ കാര്യത്തിൽ ഞാൻ നിങ്ങളെ കൂടെയാ. അവൾക്കൊരു എല്ല് ജാസ്തിയാ. അവളെ ഞാൻ കുറച്ചു ദിവസമായിട്ട് നിരീക്ഷിക്കുക. അവൾക്ക് എന്തോ ഒരു വശപ്പശകുണ്ട്. അതറിഞ്ഞുകൊണ്ട് തന്നെയാ ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു സീനാക്കി അവൾ ഡിസ്മിസ് ചെയ്തത്. ബിസിനസ്സിൽ എൻ്റെ ആജന്മ ശത്രുവായ ഫൈസലായി അവൾ എന്തോ ഒരു കോൺട്രാക്ട് എടുത്തിട്ടുണ്ട് ഇവിടെ നിന്നും ചാരപ്പണി എടുക്കാൻ. ഇങ്ങനെയൊക്കെ ഇത് എന്തിൻ്റെ കേടാ? കാണാൻ കെട്ട ലുക്കുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാട്ടുമാക്കാൻ്റെ സ്വഭാവമല്ലേ. നേരത്തെ ഓഫീസിൽ നിന്ന് കമന്റ് ചെയ്ത അതേ ആള് തന്നെ. നമ്മൾ ഹൗസ് വാമിംഗ് എല്ലാം കഴിഞ്ഞു. വീണ്ടും ഇനി കോളേജിൽ പോകാൻ മാജിദ കൂടെയുള്ള സന്തോഷമായിരുന്നു. നേരത്തെ കോളേജിൽ പോയി. ഞാനും മാജിദും കൂടാതെ വേറെ കട്ടച്ചങ്കി നമുക്കുണ്ട്, ഫാസില. ലൈഫൊക്കെ അടിച്ചു പൊളിച്ച് പോയിക്കൊണ്ടേയിരുന്നു. ഇതിനിടക്കും ഉമ്മയും പപ്പയും ബാപ്പയും അമ്മയൊക്കെ ഇത്താന്റെയും ആബിദ് ഖാന്റെയും കാര്യം ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. എന്ത് പറയാനാ അമ്മതെ, ഓൻ ഒരു തരത്തിൽ അടുക്കുന്നില്ല. ഈ കാര്യം പറഞ്ഞുകൊണ്ടിരുന്ന ഇനി നാട്ടിലേക്ക് ഒരിക്കലും കാലൂത്തില്ലെന്നാ ഓൻ പറയുന്നത്. പടച്ച റബ്ബ് എൻ്റെ മോൻ എന്താ ഇങ്ങനെ ആക്കിയെന്ന് അറിയില്ല. ഓൻ്റെ ഈ ദേഷ്യം ഓൻ്റെ ജീവിതം തന്നെ ഇല്ലാണ്ടാക്കുന്നതെന്ന് ഓൻ എന്താ മനസ്സിലാക്കാത്തത്? പപ്പയുടെ കണ്ണിൽ നിന്നും ഒരു കണ്ണുനീർ ഉതിർന്നു വീഴുന്ന ഞാൻ കണ്ടു. ഈ ജന്തുവിനെ എൻ്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ എടുത്ത് പുഴയിൽ എറിഞ്ഞേനെ. ഇവൻ ആരാ? ക്രോണിക് ബാച്ചിലറോ? അലവലാതി. ഇത് എന്ത് കണ്ടിട്ട് ഇവനെ പുറകെ പോകാൻ നിൽക്കുന്നത്? കള്ളപ്പന്നി. മുഫീദയുടെ എൻഗേജ്മെന്റ് അടുത്ത മാസമല്ലേ? മുഫീദ മാജിദയുടെ നേരെ ഇത്താത്ത. അതിന് ആബിദും റിജാദും നാട്ടിൽ വരുന്നുണ്ട്. ഇനി അപ്പൊ തീരുമാനിക്കാം. നീണ്ട 1 മാസത്തിന് ശേഷം. ഡി അഹാന, 2 ദിവസം കഴിഞ്ഞാൽ നമ്മുടെ ഇക്കാക്കമാര് നാട്ടിൽ ലാൻഡ് ചെയ്യും. അതിന് ഞമ്മക്കെന്താ? നമ്മൾ എൻ്റെ ഇക്കാനെ കാണാൻ മുട്ടിയിരിക്കല്ലേ? ഒന്ന് പോടി. താൻ ചൂടാവാതെ. ആബിദ്ക സഫക്കുള്ളതാണേ റിജാദ്ക്ക ഈ അഹാനക്കുള്ളതാ. ഒന്ന് പോടി കുരിപ്പ്. എനിക്ക് നിന്റെ ഇക്കാക്കാനെയൊന്നും വേണ്ട. നമുക്ക് നമ്മളെ പോലെ കലവിൽ വർത്താനം പറയുന്ന ആളെ മതി. അവള് റിജാദ്ക്കാൻ എനിക്ക് സെറ്റാക്കാനുള്ള പരിപാടിയാ. കാര്യം അവള് പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ റിജാദ്ക്ക് ആബിദ്ഖാനെ പോലെയല്ല, നല്ല സ്വഭാവമാണ്. പിന്നെ കാണാനും കട്ട ലുക്കാണ് കേട്ടോ. കിട്ടിയ ചാൻസ് ഏതായാലും കളയണ്ട, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ മനസ്സിൽ കരുതി. പിന്നെ ഇപ്പം അവളോട് പറഞ്ഞൊക്കെ വേറൊരു വെയിറ്റ് കാണിച്ചാ. മുഫീദയുടെ എൻഗേജ്മെന്റ് തലേന്ന് രാത്രി പിള്ളേർക്ക് കൂടി ബഹളായിരുന്നു. എല്ലാവർക്കും മെഹന്തി ഇടണം പോലും. ഞാൻ അത്യാവശ്യം മെഹന്തി ഇടുന്ന ആളായതുകൊണ്ട് എല്ലാവരും എന്നെ വട്ടം ചുറ്റി നീങ്ങാൻ തുടങ്ങി. എല്ലാവർക്കും മെഹന്തി ഇട്ട് അവസാനം ഞാനും ഇട്ട് പൂതി തീർത്തു. സമയം കുറെ ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ സ്റ്റെയർ ഇറങ്ങി. ഓർക്കാപ്പുറത്ത് കിട്ടിയ അടി പോലെ ഞാൻ എൻ്റെ ലോങ് ഗൗൺ ചവിട്ടി സ്ലിപ്പായി നേരെ താഴേക്ക് പതിക്കാൻ പോയി. എൻ്റെ റബ്ബേ! ഒരു നിമിഷം ഞാൻ സ്റ്റെക്കായി കണ്ണു തുറന്നു നോക്കിയപ്പോൾ ഹാവു, വീണില്ല. പക്ഷെ എൻ്റെ തൊട്ടു മുന്നിലായി എൻ്റെ 2 കൈകളും പിടിച്ചുകൊണ്ട് 2 ബലിഷ്ഠമായ കരങ്ങൾ ഞാൻ കണ്ടു. എന്തുരുക്ക് ബോഡി! ഞാൻ മെല്ലെ തലയുയർത്തി നോക്കി. വേറെ ആരുമില്ല, ആബിദ്ക്ക. ആ മുഖം എനിക്ക് സമാന്തരമായി നിന്നുകൊണ്ട് എന്നെ തന്നെ നോക്കി നിൽക്കുകയാണ്. ചെക്കൻ ഫോട്ടോയിൽ കണ്ടതിനേക്കാൾ എന്ത് ഗ്ലാമറാ! ഹോ, അയൺ ചെയ്ത മുടി അവൻ്റെ നെറ്റി പതിക്കാൻ കാണാൻ തന്നെ നല്ല മുഞ്ചുണ്ട്. തിളക്കമാർന്ന അവൻ്റെ കണ്ണുകൾ ഒരു നിമിഷം നോക്കിയെന്നുകൊണ്ട് ഞാൻ മനസ്സിൽ കരുതി, നിനക്കെന്താ കണ്ണുണ്ടൂടെ? ഷർട്ട് മുഴുവൻ അലങ്കോലാക്കി. പെട്ടെന്ന് ഞാൻ അവനെ തള്ളി മാറ്റി, ഒരു പ്ലിങ്ങിയ മുഖവുമായി. അപ്പോഴാണ് എനിക്ക് പരിസരബോധം വന്നത്. ഞാൻ നോക്കുമ്പോൾ എൻ്റെ 2 കൈയും ആബിദ് ഖാന്റെ നെഞ്ചത്ത് അമർന്ന് പതിച്ചിരിക്കുകയാണ്. ഒരു നിമിഷം ഞാൻ എൻ്റെ കൈകളിലേക്ക് കണ്ണോടിച്ചു. റബ്ബേ, ഉറക്കം പോലും കളഞ്ഞ് എത്ര കഷ്ടപ്പെട്ടിട്ട് മെഹന്തിയ, എല്ലാം ചക്കരച്ചോറ് പോലെയായി. കേറി വന്നപ്പോൾ തന്നെ നല്ല പണി കിട്ടി. തൻ്റെ ഒന്നും മുഖത്ത് കണ്ണിലടി. നിലത്ത് നോക്കി നടക്കണം, അല്ലാതെ മാനത്ത് നോക്കിയില്ല നടക്കേണ്ടത്. ഇത് കേട്ടപ്പോൾ എൻ്റെ ദേഷ്യം കയറി വന്നു. ഹലോ, തന്നോടാരാ പറഞ്ഞ് ഞാൻ വീഴുമ്പോൾ കറക്റ്റായിട്ട് മുന്നിൽ വന്ന് നിൽക്കാൻ? ഞാൻ പറഞ്ഞോ എന്നെ പിടിക്കാൻ? ഡീ, പിടിച്ചില്ലേ ഇപ്പൊ കാണായിരുന്നു, മൂക്കും കുത്തി നിലത്ത് വീഴുന്നു. എന്നിട്ട് എന്നെ പഠിപ്പിക്കാൻ വരുന്നു. ഞാൻ എന്തെങ്കിലും പറയുന്നതിന് മുന്നേ ആബിദ്ക്ക കൈകൊണ്ട് എന്നെ തള്ളിമാറ്റി സ്റ്റെയർ കയറി പോയി. ആ തള്ളിൽ ഞാൻ വീണ്ടും തിരിഞ്ഞ് നിലത്തൂത്തി ഇരുന്നു പോയി. എനിക്ക് സങ്കടവും ദേഷ്യമെല്ലാം വന്നു. ആബിദ്ക്കയാണെങ്കിൽ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ പോയി. കള്ളപ്പന്നി. മോനെ ആബിദേ, നിനക്കുള്ള പണി ഞാൻ പാലുവെള്ളത്തിൽ തരുന്നുണ്ട്. നിനക്കറിയില്ല അഹാന ആരാണെന്ന്. പിറിവൃത്തുകൊണ്ട് കൈത്തട്ടി ഞാൻ എണീക്കാൻ തിരിഞ്ഞപ്പോൾ ദേ മുന്നിൽ 2 കാല് നിൽക്കുന്നു. തല ഉയർത്തി നോക്കി. റിജാദ്ക്ക.
എന്താടോ ആർക്ക് പണി കൊടുക്കുന്ന കാര്യം താൻ പറയുന്നത്? വീണ്ടും പ്ലിങ്ങി. മൂപ്പരും കാണാൻ നല്ല മൊഞ്ചനാണ്. ബ്ലാക്ക് ടീഷർട്ടും ജീൻസും ആയിരുന്നു വേഷം. 6 പാക്ക് ബോഡി. അത് റിജാദിക്ക? കാര്യം മനസ്സിലായി. ആബിദ്ക്കായിട്ടൊന്ന് മുട്ടിയല്ലേ? ഞങ്ങൾ അജ്മാനിലായോണ്ട് പപ്പയുടെ ഫാമിലി അധികം കാണാറില്ല. പിന്നെ ഞാൻ നാട്ടിൽ വന്നപ്പോൾ ഉമ്മിയായിട്ട് നല്ല കൂട്ടായി. പപ്പയും ബാപ്പയും ഇടയ്ക്ക് വല്ലപ്പോഴും മീറ്റ് ചെയ്യും. ഈ ആബിദ് ഖാനെയും റിജാദ് ഖാനെയും പണ്ട് കുട്ടിക്കാലത്ത് കണ്ട ഓർമ്മയുള്ളൂ. റിജാദ് ഖാക്ക് എന്നെ മനസ്സിലായി കാണും. ആ കള്ളപ്പന്നി മാജിദ ഞങ്ങൾ രണ്ടുപേരുടെയും പല പോസിലുള്ള പിക്സൊക്കെ റിജാദ് ഖാക്ക് അയച്ചു കൊടുക്കാറുണ്ട്. താൻ എന്താണോ ആലോചിക്കുന്നത്? വാ. അവനവൻ്റെ കൈ എന്റെ നേർക്ക് നീട്ടി. ഒന്ന് ആലോചിച്ച് അവൻ്റെ കൈ പിടിച്ച് എഴുന്നേറ്റു. അഹാന, അറിയോ? ഓക്കെ? ഐ എം ഓക്കെ. എന്നെ മനസ്സിലായില്ലേ? പണ്ട് കണ്ടതല്ലേ. പിന്നെ ജോലിയുടെ തിരക്കൊക്കെ കാരണം ആരെയും കാണാൻ പറ്റിയില്ല. ഏതായാലും കുറച്ചു കാലം ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. ഞാനൊന്ന് മൂളി ഒരു ചിരി പാസാക്കി. ഓക്കെ ബൈ, ഗുഡ് നൈറ്റ്. ഞാൻ വീട്ടിലെത്തി ഉറങ്ങാനായി ബെഡിൽ കിടന്നു. പക്ഷേ കണ്ണടക്കുമ്പോൾ വരുന്ന മുഖമോർത്ത് ഞാനൊന്ന് ഞെട്ടി. കലിപ്പിൽ എന്നെ നോക്കി നിൽക്കുന്ന ആബിക്ക. ഇതെന്താ ഇപ്പം ഇങ്ങനെയുടെ മോന്ത കാണുന്നേ? ഓനെ ആബി, എന്നെ തള്ളിയിട്ടതിന് പകരം തന്നെ ഞാൻ വീഴ്ത്തും. ഇല്ലെങ്കിൽ എൻ്റെ പേര് അഹാന എന്നല്ല, മരപ്പട്ടി. ഇതേ സമയം ആബിദ് മെഹന്തിയായ ഷർട്ട് കഴിച്ച് നിലത്ത് വലിച്ചെറിഞ്ഞു. അതേ സ്പീഡിൽ ബാത്റൂം ലക്ഷ്യമാക്കി പോയി. ഷവർ തുറന്ന് അതിനിടയിൽ കുറേ സമയം നിന്നു. ഒന്ന് കണ്ണടച്ചപ്പോൾ നേരത്തെ ഉണ്ടായ സംഭവം അവൻ്റെ മുമ്പിൽ തെളിഞ്ഞു. അവളുടെ മുഖം, ആ 2 ഉണ്ടക്കണ്ണ്, അതവന് സ്പാർക്കടിച്ചു. ആ ഉണ്ടക്കണ്ണിൽ നീട്ടി വാലിട്ട് വരച്ചതും അവളുടെ പെർഫ്യൂമിന്റെ ഗന്ധവും അവന് ചുറ്റും പരക്കുന്ന പോലെ തോന്നി. ആ ചുവന്ന് തുടുത്ത അവളുടെ ആദരങ്ങളും പെട്ടെന്ന് അവന്റെ മനസ്സിലേക്ക് മിന്നിമറഞ്ഞു. ഒരു നിമിഷം അവൻ പെട്ടെന്ന് ഞെട്ടി 2 കൈയും ഭിത്തിയിലടിച്ചു. ഇല്ല ആബിദ്, നിനക്ക് ഇങ്ങനൊരു വികാരം ഇതാദ്യമാണ്. നിന്റെ മനസ്സിൽ ഒരു പെണ്ണിനും നീ ഇന്നുവരെ സ്ഥാനം കൊടുത്തിട്ടില്ല. അത് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.